സൂപ്പർ താരങ്ങളോടൊപ്പം ഒരു പുതുമുഖ നായകനും സൂപ്പർ ഹിറ്റ് അടിച്ച ഒരു വിഷു കാലം. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കുറെ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2002 വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകൾ ആദ്യം എത്തിയ ഒരു സിനിമ, പുതുമുഖ നായകൻ, പുതുമുഖ വില്ലൻ, ഹിറ്റ് മേക്കർ, വിനയൻ, കാവ്യ മാധവൻ നായിക. ആ ഒരു സിനിമയായിരുന്നു ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. ആ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കര അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിനയൻ അന്ന് ഹിറ്റ് ഡയറക്ടറാണ്. മമ്മൂട്ടിയെ വെച്ചും ദിലീപിനെ വെച്ചും കലാഭവൻമണി വെച്ചൊക്കെ ഹിറ്റുകൾ കൊടുത്ത് ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്തൊരു സിനിമ പല കാരണങ്ങൾ കൊണ്ട് മാറി ഒരു പുതുമുഖ നായകൻ, അന്ന് വരെ ചെറിയ വേഷങ്ങളും മിമിക്രിയൊക്കെ ചെയ്ത് നടന്നിരുന്ന ജയസൂര്യനെ നായകനാക്കി സിനിമ ചെയ്യുന്നു. ആ ഒരു സിനിമയായിരുന്നു ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. മറ്റൊരു പ്രത്യേകത, ആ ഒരു സിനിമയിൽ വില്ലനായിട്ട് സുകുമാരന്റെ മൂത്ത മകൻ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നു, നായികയായിട്ട് കാവ്യ മാധവൻ. പിന്നെ വിനയന്റെ തന്നെ സ്ഥിരം ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കലാഭവൻ മണിക്കൊന്ന് വേറെ ചില സിനിമയുടെ ജെമിനി എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ഒക്കെ തിരക്ക് കാരണം കലാഭവൻ മണിക്ക് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ഏതായാലും ആ ഒരു സിനിമ മാർച്ച് അവസാനത്തോടു കൂടിയാണ് അന്ന് തിയേറ്ററുകളിൽ എത്തിയത്. ആ ഒരു മാർച്ച് മാസം തിയേറ്ററുകൾ റിലീസായി അത്യാവശ്യം ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അത് രാജസേനൻ ജയറാം കൂട്ടുകളുടെ മലയാളി മാമനി വണക്കം. അതൊരു മാർച്ച് ഒരു ഫസ്റ്റ് വീക്കോ ആയിരുന്നു ആ ഒരു സിനിമ റിലീസ് ചെയ്തത്. അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല, പക്ഷെ അത്യാവശ്യം ഒരു വിഷു വരെയൊക്കെ ആ ഒരു സിനിമ തിയേറ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിയിലും സി സെന്റേഴ്സിലൊക്കെ ആ ഒരു സിനിമ ഉണ്ടായിരുന്നു. എനിക്കൊണ്ട് വിഷു ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം ന്യൂൺ ഷോ ഒക്കെ ആയിരുന്നു. ഞാൻ ആ ഒരു സിനിമ കണ്ടത് മാർച്ച് അവസാനമാണ്. അന്ന് തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്ററിലായിരുന്നു. അതുപോലെ തന്നെ മഴത്തുള്ളിക്കിലുക്കം ഫെബ്രുവരിയിലാണ് ആ സിനിമ റിലീസായത്. മഴത്തുള്ളിക്കിലുക്കം അത്യാവശ്യം ദിലീപിന്റെ ഓടിയ ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷേ എങ്കിലും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമയായിരുന്നു. അത് വന്നത്തെ ചില ബി സെന്റേഴ്സ് സി സെന്റേഴ്സിലൊക്കെ ഈ ഒരു ഏപ്രിൽ മാസം ഉണ്ടായിരുന്നു. ഈ രണ്ട് സിനിമകളാണ് അന്ന് ബി സെന്റേഴ്സുകളിലേക്കൊക്കെ എത്തിയ സിനിമകൾ. പിന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് റിലീസായ ഒരു സിനിമ, ദിലീപിന് ഒരു വലിയൊരു ബ്രേക്ക് കൊടുത്ത സല്ലാപം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ സുന്ദർദാസ് ഡയറക്ട് ചെയ്ത കുബേരൻ അന്ന് നമുക്കറിയാം. കുബേരൻ സിനിമ കാണാത്തവരുണ്ടാവില്ല. ദിലീപും കലാഭവൻമണിയുടെ ഒക്കെ ഒരു പൂണ്ടുവലയായിട്ടായിരുന്നു. കീർത്തി സുരേഷ് ബാലതാരമായിട്ട് അഭിനയിച്ച സിനിമ, ജഗതി ശ്രീകുമാർ, നല്ല രസകരമായിട്ടുള്ള പാട്ടുകളും കോമഡി സീൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. ഒരു ശരിക്കും ഒരു ലോജിക്കൊന്നും നോക്കാത്ത ഒരു നോക്കാതെ കാണേണ്ട അങ്ങനത്തെ ഒരു ഫൺ പാക്ട് സിനിമ തന്നെയായിരുന്നു കുബേരൻ. ഈ രണ്ട് സിനിമകളാണ് പ്രധാനമായിട്ടും അന്ന് ആ ഒരു വിഷു സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. പിന്നെ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. അതിൽ ഏപ്രിൽ അവസാനമൊക്കെ ആയപ്പോൾ റിലീസായ ഒരു സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ ഫാൻഡം എന്ന് പറഞ്ഞ സിനിമ. നമുക്ക് ഇന്ന് അതിലെ പാട്ടുകൾ, പിന്നെ അതില് കുറച്ച് നല്ല രസമുള്ള കുറച്ച് തമാശ സീൻസ് ഉണ്ട്, മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈല്, എല്ലാം കൊണ്ടും ഒരു രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഫാൻഡം. പിന്നീട് റിപ്പീറ്റ്, എനിക്ക് തോന്നുന്നു അന്ന് തിയേറ്ററിൽ അങ്ങനെ വിചാരിച്ച പോലെ ഭയങ്കര കളക്ഷൻ ഒന്നും കിട്ടിയ സിനിമയല്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇപ്പോഴും നമ്മൾ അതിലെ കുറെ സീൻസുകൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ പാട്ട് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇന്നും നമ്മളൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ വൻ പ്രതീക്ഷയോടുകൂടി എത്തിയ മോഹൻലാലിന്റെ ഒരു സിനിമ, മോഹൻലാലിന് ഹിറ്റുകൾ മാത്രം കൊടുത്ത സംവിധായകൻ തമ്പി കണ്ണന്താനം. രാജാവിന്റെ മകൻ മുതൽ മാന്ത്രികം, നാടോടിയൊക്കെ പോലത്തെ വൻ ഹിറ്റുകൾ കൊടുത്ത സംവിധായകൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി വന്നൊരു സിനിമയായിരുന്നു. പ്രണവ് മോഹൻലാൽ ബാലതാരമായിട്ട് മോഹൻലാലിന്റെ കുട്ടിക്കാലം ചെയ്യുന്നു. ആ ഒരു സിനിമയായിരുന്നു ഒന്നാമൻ. അത് മെയ് ഫസ്റ്റിനോ അതോ മെയ് ഫസ്റ്റ് വീക്കോ, എനിക്ക് എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല, എങ്കിലും മെയ്യിലാണ് ആ ഒരു സിനിമ റിലീസായത്. ഭയങ്കര ഇനീഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഒക്കെ, പക്ഷെ ആ സിനിമ വളരെ മോശം ഒപ്പീനിയൻ ആയിരുന്നു. അതൊരു പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. ഒരിക്കൽ തമ്പി കണ്ണന്താനത്തിൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ തമ്പി കണ്ണന്താനം ഒന്നാമൻ വിജയമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചിരുന്നത്. അദ്ദേഹം മോഹൻലാലിനെ വെച്ച് ചെയ്ത സിനിമകളെല്ലാം വിജയിച്ച ഒരു സംവിധായകനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആരോ അന്ന്, എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂ അല്ല, ഒരു സിനിമ ഒരു ചർച്ചയായിരുന്നു അത്. അപ്പോൾ ആ ചർച്ചയ്ക്കടുത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ കാണികൾ ഒരാൾ തമ്പി കണ്ണന്താൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്നാമനോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നാമൻ വിജയമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നൊരു മറുപടിയും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എക്സാക്ട് കണക്ക് എനിക്ക് അറിയില്ല. എന്തായാലും ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ട് ആ ഒരു സീസണിൽ റിലീസായത്. ഇപ്പം ഇതിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും പിന്നെ പുതുമുഖമായ ജയസൂര്യ നായകനായ സിനിമ. ഇതിൽ ഹിറ്റ് സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുബേരനും ഊമപ്പെണ്ണും രണ്ടും ഹിറ്റായിരുന്നു അന്ന്. കളക്ഷൻ വൈസ് ഒരു പക്ഷേ കുബേരനായിരിക്കാം. എൻ്റെ ലാഭമോ കാര്യങ്ങളോ എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ എവിടെയോ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഊമപ്പെണ്ണിന്റെ പ്രൊഡ്യൂസർ PKR പിള്ള
അദ്ദേഹം ചിത്രമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ലാഭം കിട്ടിയ സിനിമകളിൽ ഒന്നായിരുന്നു ഊമപ്പെണ്ണ്. അദ്ദേഹം ചെയ്ത സിനിമകൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞ ചിത്രമൊന്നും പോലെയല്ല, ടിക്കറ്റ് റേറ്റ് ഒക്കെ കൂടുതലാണ് ഊമപ്പെണ്ണൊക്കെ. അപ്പോൾ ഊമപ്പെണ്ണൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ലാഭം കിട്ടി എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഒരു ടിക്കറ്റിന്റെ ഒരു മൂല്യമൊക്കെ വെച്ച് നോക്കിയാൽ ചിത്രം തന്നെയായിരിക്കും, ചിത്രവും മെയ്യോട്ടവും ഒക്കെ തന്നെയായിരിക്കാം. എങ്കിൽ പോലും ഈ ഒരു സീസണിലത് ഊമപ്പെണ്ണ് നമുക്കറിയാം, ഊമപ്പെണ്ണ് നല്ല വിജയമായിരുന്നു. വിനയൻ അത് പിന്നീട് തമിഴിൽ ഇവരെ വെച്ച് തന്നെ ചെയ്തു, നായകനും നായികയും തന്നെ, ബാക്കി അവിടുത്തെ ആർട്ടിസ്റ്റുകൾ. പക്ഷെ ആ സിനിമ തമിഴിൽ വലിയ വിജയമല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നാമൻ പരാജയമായിരുന്നു, ഫാൻഡോം ഒരു ആവറേജിലൊക്കെ ഒതുങ്ങിപ്പോയ ഒരു സിനിമയായിരുന്നു. ഈ സമയത്ത് തമിഴില് കുറച്ച് സിനിമകൾ ഇറങ്ങിയിരുന്നു. ഇതേപോലെ ഏപ്രിൽ മാസം തമിഴിൽ കുറച്ച് സിനിമകൾ റിലീസായതിൽ ഭയങ്കര ഹിറ്റായ ഒരു സിനിമ എന്ന് പറയുന്നത് വിക്രമിന്റെ ജെമിനി. ജെമിനി ആ സമയപ്പോഴേക്കും അതിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അന്ന് കാസറ്റ് മറ്റേ CD ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമാണ്, +2 കാലഘട്ടമാണ്. അന്നൊക്കെ ഒരുപാട് അതിലെ പാട്ടുകളൊക്കെ ഹിറ്റായിട്ടാണ് ആ സിനിമയൊക്കെ അന്ന് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴൊക്കെ പോകുന്നത്. ജെമിനി ഇവിടെയും ഭയങ്കര ഹിറ്റായിരുന്നു, കേരളത്തിൽ ഹിറ്റായിരുന്നു, അവിടെ വൻ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. പിന്നെ വിജയുടെ തമിഴൻ എന്ന് പറയുന്ന ഒരു സിനിമ, പ്രശാന്തിന്റെ തമിഴ്, പിന്നെ വിജയകാന്തിന്റെ രാജ്യം, അതിൽ ദിലീപും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയും അവിടെ റിലീസായിരുന്നു. എനിക്കോട് സൈമിൾട്ടേനിയസ്ലി ഇവിടെ റിലീസായിരുന്നു ഓർമ്മയില്ല, എങ്കിലും തമിഴനും അതുപോലെ തന്നെ ജെമിനിയും ഇവിടെ റിലീസായതിന്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാജ്യവും ഇവിടെ റിലീസായിരുന്നു. തമിഴ് എന്ന് പറഞ്ഞാൽ പ്രശാന്തിന്റെ സിനിമ കുറച്ച് വൈകിയാണ്. അപ്പൊ ഈ രണ്ട് പേരുകളുള്ള സാമ്യമൊക്കെ ആയിട്ട് അന്ന് കുറെ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന തമിഴനും തമിഴും. പക്ഷെ എനിക്ക് തോന്നുന്നതിൽ വിന്നർ വിക്രമിന്റെ സിനിമ തന്നെയായിരുന്നു, ജെമിനി തന്നെയായിരുന്നു. അതിൽ കലാഭവൻ മണി, അതോടുകൂടിയാണ് കലാഭവൻ മണി ഒരു വലിയൊരു പൊസിഷൻ തമിഴിൽ നേടിയെടുത്തത്. എന്തായാലും ഇത്രയും സിനിമകളാണ് അന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ടതിൽ ഈ പറയുന്ന കുബേരനുണ്ട്, പിന്നെ മലയാളി മാമന് വണക്കമുണ്ട്, ജെമിനി ഉണ്ട്. ഇത്രയും സിനിമകളൊക്കെ അന്ന് കണ്ടതൊക്കെ ആയിട്ട് ഓർമ്മയുണ്ട്. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അന്ന് നിങ്ങൾ ഇതൊക്കെ ഏതൊക്കെ തിയേറ്റേഴ്സിലാണ് കണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക.